ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ സ്ത്രീകളെ കൃഷിയിടമായി കാണുന്ന പരമ്പരാഗതമായ ചിന്താഗതിയിൽ നിന്ന് മാറി വളരെ പുരോഗമനപരമായ ആശയങ്ങളെയൊക്കെ പുലുകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മൂപ്പര് സ്ത്രീകളെ കാണുന്നത് കൃഷിയിടമായിട്ടല്ല, ഇന്ത്യക്കെതിരെ പൊട്ടിത്തെറിക്കാൻ കെൽപ്പുള്ള ചാവേറുകളായിട്ടാണ്. മികച്ച ഒരു പുരോഗമനാണ് അല്ലെ. ഓപ്പറേഷൻ സിന്ദൂറിൽ പത്തിക്ക് അടിയേറ്റ മസൂദ് അസർ ഇന്ത്യക്കെതിരെ പ്രതികാരം വീട്ടാൻ വാർത്തെടുത്ത പെൺ ചാവേറുകളുടെ ഭീകര സംഘടന ജമിയത്തുൽ മുമിനാത്ത്. ആ സംഘടനയുടെ ഇന്ത്യയിലെ തലൈവിയാണ് ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ലക്നൌവിലെ വനിതാ ഡോക്ടർ ഷഹീൻ സായിദ്. ഇപ്പോഴത്തെ മുള്ളുകൊണ്ടെടുക്കാൻ തന്നെ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന പെൺ ഭീകരരെയും പൊതുവെ ഭീകരരെ മുഴുവനായും കണക്കിന് കൈകാര്യം ചെയ്യാൻ ടെറിട്ടോറിയൽ ആർമിയിൽ വനിതാ കേഡറുകൾ ഉൾപ്പെടുത്താനുള്ള നീക്കവുമായി ഇന്ത്യൻ ആർമി. സായുധ സേനയിലും നാരീശക്തിയുടെ സാന്നിധ്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു നീക്കവുമായി വരുന്നത്. സേനയിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ ക്രമേണ തുറന്നു കൊടുക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. 1948 ഓഗസ്റ്റ് 18 ടെറിട്ടോറിയൽ ആർമി ആക്ട് നിലവിൽ വന്നതോടെയാണ് നിലവിലെ രൂപത്തിൽ ടെറിട്ടോറിയൽ ആർമി നിലവിൽ വന്നത്. ടെറിട്ടോറിയൽ ആർമി എന്നത് ഇന്ത്യൻ സൈന്യത്തെ പിന്തുണയ്ക്കുന്നതിനായി സൈനിക പരിശീലനം നേടുന്ന സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർ അടങ്ങുന്ന ഒരു പാർട്ട് ടൈം സന്നദ്ധ സേനയാണ്. ഇത് ഇന്ത്യൻ സേനയുടെ ഒരു രണ്ടാം നിര പ്രതിരോധ ബെൽറ്റായാണ് പ്രവർത്തിക്കുന്നത്. സാധാരണഗതിയിൽ ഇന്ത്യൻ ആർമിയിലെ സൈനികരെ സ്റ്റാറ്റിക് ഡ്യൂട്ടികളിൽ നിന്ന് മുക്തമാക്കാനും പ്രകൃതി ദുരന്തങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സഹായിക്കാനും കഴിയുന്ന ഒരു റിസർവ് സേനയായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് യൂണിറ്റുകൾ ഇവർ നൽകുകയും ചെയ്യും. 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെയാണ് ടെറിട്ടോറിയൽ ആർമിയിൽ ചേരാനുള്ള പ്രായപരിധി. ഒരു പൈലറ്റ് പദ്ധതിയായി, അതായത് ഒരു പ്രാരംഭ പദ്ധതിയായാണ് ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയനുകളിലേക്ക് വനിതാ കേഡറുകളെ ഉൾപ്പെടുത്തുന്നതിനെ പറ്റി സൈന്യം പരിഗണിക്കുന്നത്. തുടക്കത്തിൽ അവരുടെ റിക്രൂട്ട്മെന്റ് കുറച്ച് ബറ്റാലിയനുകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തും. തുടർന്ന് ലഭിക്കുന്ന പ്രാരംഭ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് ബറ്റാലിയനുകളിലേക്കും ഇത് വർദ്ധിച്ചേക്കാം. നിലവിൽ ഇന്ത്യൻ സൈന്യത്തിൽ 10 സെക്ടറുകളിലാണ് സ്ത്രീകളെ നിയമിക്കുന്നത്. കോപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ്, കോപ്സ് ഓഫ് സിഗ്നൽസ്, ആർമി എയർ ഡിഫൻസ്, ആർമി സർവീസ് കോപ്സ്, ആർമി ഓർഡിനൻസ് കോപ്സ്, Corps of Electronics and Mechanical Engineers, Army Aviation Corps, Intelligence Corps, Judge Advocate General Branch, Army Education Corps, Armed Forces Medical Services എന്നൊക്കെയാണ് സ്ത്രീകളെ ഇത് പതിവായി നിയമിക്കുന്നത്. 1962, 1965, 1971 വർഷങ്ങളിലെ പ്രവർത്തനങ്ങളിൽ ടെറിട്ടോറിയൽ ആർമി യൂണിറ്റുകൾ സജീവമായി പങ്കെടുത്തിരുന്നു. ശ്രീലങ്കയിലെ ഓപ്പറേഷൻ പവൻ, പഞ്ചാബിലും ജമ്മു കാശ്മീരിലും ഓപ്പറേഷൻ രക്ഷക്, വടക്ക് കിഴക്കൻ മേഖലയിൽ ഓപ്പറേഷൻ റൈനോ, ഓപ്പറേഷൻ ബജ്രംഗ് എന്നിവയിലും ടെറിട്ടോറിയൽ ആർമി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.